മഴത്തോരു മുൻപേ എന്ന സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ശനിയാഴ്ച ദിവസമാണ്. ബബിതയും രോഹിത്തും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എഴുന്നേറ്റതേ ഉള്ളൂ. ട്യൂഷന് പോയ കൃഷ്ണജ വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല. ബാലചന്ദ്രമേനോൻ മുകളിലത്തെ മുറിയിൽ തന്നെയുണ്ട്. അലീന പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അടുക്കള അങ്ങനെ വെടിപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ബബിത പിറകിൽ വന്നു നിന്നുകൊണ്ട് അലീനയോട് പൊട്ടിത്തെറിക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട് എത്ര നേരമായിടി, നിനക്ക് ചെവി കേട്ടൂടെ? ഇല്ലല്ലോ, വെള്ളം ചോദിച്ചില്ലല്ലോ. അത് ശരി, ചോദിച്ചില്ല എന്ന് ആര് പറഞ്ഞു? ഒരു ഗ്ലാസ് ചൂടുവെള്ളം കിട്ടണമെന്ന് ഇനിയിപ്പോൾ ആണയിട്ട് ഞാൻ പറയണോ? അല്ല, നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നേനെ, ഞാൻ കേട്ടില്ല. സാരമില്ല, ഞാനിപ്പോൾ ചൂടുവെള്ളം തരാം. ഇത് പറഞ്ഞുകൊണ്ട് വെള്ളമെടുക്കുവാൻ തിരിയുമ്പോൾ ബബിത കോപത്തോടുകൂടി അലീനയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ബാലചന്ദ്രമേനോൻ പറഞ്ഞിരിക്കുന്നത് അലീനയെ ബബിത ചേച്ചിയെന്ന് വിളിക്കണമെന്നാണ്. അങ്ങനെ ആവശ്യപ്പെട്ടതിന് ശേഷം ബബിത അലീനയെ എടി എന്നുള്ള വാക്ക് ചേർത്തല്ലാതെ സംബോധന ചെയ്തിട്ടേ ഇല്ല. പക്ഷേ ബാലചന്ദ്രമേനോൻ കേൾക്കാതെയാണ് അങ്ങനെയൊക്കെ വിളിക്കുന്നത്. കേൾക്കെ യാതൊന്നും വിളിക്കാറുമില്ല. ബാലചന്ദ്രനോട് അലീന പരാതിയൊന്നും പറയില്ലെന്ന് കൂടി മനസ്സിലാക്കിയതോടെ ബബിതയുടെയും രോഹിത്തിൻ്റെയും ദ്രോഹബുദ്ധി അതങ്ങനെ ഇരട്ടിക്കാൻ തുടങ്ങി. എന്തായാലും ഉടൻ തന്നെ അലീന ബബിതയ്ക്ക് വെള്ളം തിളപ്പിച്ച് ആറ്റി കൊടുക്കുന്നുണ്ട്. ആ വെള്ളവുമായി ബബിത തൻ്റെ മുറിയിലേക്ക് കയറിപ്പോകുന്നു. ഈ സമയത്ത് പെട്ടെന്ന് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടുകൊണ്ട് അലീന പൂമുഖത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ സിറ്റൗട്ടിൽ കൃഷ്ണജ അങ്ങനെ പതുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അലീനയെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ്. കൃഷ്ണജയുടെ കയ്യിലേക്ക് പെട്ടെന്ന് അലീന കടന്നു പിടിച്ചിട്ട് പറയുന്നുണ്ട്, എന്നെ പറ്റിക്കാനായിരുന്നു പരിപാടിയല്ലേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ബെല്ല് കേട്ടപ്പോൾ ആദ്യം ഞാനൊന്ന് ഞെട്ടി. ആരാണെന്ന് നോക്കുവാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്നു, ഒരുപക്ഷെ നീ ആയിരിക്കുമോ എന്ന്. എന്തായാലും എൻ്റെ ചിന്ത തെറ്റിയില്ല. എന്തുപറ്റി ലേറ്റ് ആയത്? ഇപ്പോഴാണോ ട്യൂഷൻ കഴിഞ്ഞത്? ഇപ്പോഴെങ്കിലും ട്യൂഷൻ കഴിഞ്ഞ് കിട്ടിയല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് കൃഷ്ണജയും അലീനയും കൂടി സിറ്റൗട്ടിൽ നിന്നും അകത്തേക്ക് കയറുവാൻ തുടങ്ങുമ്പോൾ ഗേറ്റിൽ ഒരു ഹോൺ ശബ്ദം കേൾക്കുകയാണ്. ഇരുവരും കൂടി ഒരുമിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഒരു കാർ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി വരുന്നു. അലീന ആകാംക്ഷയോടുകൂടി അതാരാണെന്നറിയുവാൻ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഡോറ് തുറന്ന് രേവതിക്കുട്ടി ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. പെട്ടെന്ന് അലീനയുടെ മിഴികൾ വിടർന്നു. മുഖത്ത് അത്ഭുതവും അവിശ്വസനീയതയും കലർന്നു. രേവതിക്കുട്ടിയുടെ ചേച്ചി എന്നുള്ള വിളി കേട്ടുകൊണ്ട് അലീന ഓടിച്ചെന്ന് രേവതിക്കുട്ടിയെ വാരി പുണരുന്നുണ്ട്. തുടർന്ന് കാണുന്ന കാഴ്ച, അലീന രേവതിക്കുട്ടിയോട് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ഓരോ സംഭവങ്ങളും സിനിമയിലെന്ന പോലെ കണ്ട് സ്തംഭിച്ചിരിക്കുന്ന രേവതിക്കുട്ടിയാണ്. മുറിക്കുള്ളിൽ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. വാതിലടച്ചിട്ടിരിക്കുകയാണ്. എനിക്ക് ചേച്ചിയുടെ മടിയിലൊന്ന് കിടക്കാൻ കൊതിയാകുന്നു എന്ന് പറഞ്ഞ് അലീനയുടെ മടിയിൽ തലവെച്ച് കിടന്ന രേവതിക്കുട്ടി താൻ അറിയാതെ എപ്പോഴോ എഴുന്നേറ്റിരുന്നു കഴിഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ചേച്ചി. ഇതൊക്കെ സത്യമാണോ ചേച്ചി പറയുന്നത്? ചേച്ചി ഇവിടുത്തെ അമ്മയുടെ മോളാണെന്ന് ബാലചന്ദ്രൻ സാർ അറിഞ്ഞു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞതാണോ അതോ എന്നെ കളിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ? ഞാൻ എന്തിനാണ് നിന്നെ കളിപ്പിക്കാൻ വേണ്ടി പറയുന്നത്? എപ്പോഴേ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ നിനക്ക് അയച്ച കത്ത് റീഡയറക്റ്റ് ചെയ്തു വന്നത് ബാലചന്ദ്രൻ സാറിൻ്റെ കയ്യിലാണ്. കത്തിൽ ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിരുന്നല്ലോ. ഞാൻ ഇവിടുത്തെ അമ്മയുടെ മകളാണെന്ന് അറിഞ്ഞതിൻ്റെ ഷോക്കിലാണ് അന്ന് ബാലചന്ദ്രൻ സാറിന് ഹാർട്ട് അറ്റാക്ക് വന്നത്. എന്നിട്ടും അദ്ദേഹം ആരോടും പറഞ്ഞില്ല. ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ എന്നോട് ഇത്തിരി ദേഷ്യമുണ്ടായിരുന്നു എന്നൊരു സംശയം എനിക്ക് തോന്നി. എനിക്ക് കാരണമൊന്നും അറിയില്ലല്ലോ. എന്താ കാര്യമെന്നറിയാതെ ഞാനും വിഷമിച്ചു പോയി. പക്ഷേ പിന്നെ എന്നോട് ഇഷ്ടം കാണിച്ചു തുടങ്ങി. ഞാൻ മരുന്ന് കൊടുക്കണം, ഞാൻ ഭക്ഷണം കൊടുക്കണം, കൊടുത്തിട്ട് കഴിച്ചു തീരുന്നിടം വരെ ഞാൻ അടുത്ത് നിൽക്കണം. എന്തിനും ഞാൻ തന്നെ വേണം, വേറെ ആരെയും അടുപ്പിക്കില്ല. എന്നെ മോളെ എന്നൊക്കെ വിളിച്ചു തുടങ്ങി. എനിക്കപ്പോൾ തോന്നിയ സന്തോഷമൊന്നും അത് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ്. അപ്പോഴൊക്കെ എനിക്ക് സംശയമുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് എന്നോട് ഇത്ര സ്നേഹം തോന്നുന്നത് എന്ന്. സ്ട്രോക്ക് വന്നപ്പോൾ ഞാനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്നുള്ളത് ശരിയാണ്. എന്നാലും എന്നോട് കാണിക്കുന്ന ഇഷ്ടക്കൂടുതലിന് വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതൊന്നും എനിക്കറിയില്ലല്ലോ. മാത്രവുമല്ല എൻ്റെ കത്ത് വായിച്ചു എന്നുള്ളതും എനിക്കറിയില്ലല്ലോ. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ചേച്ചി പിന്നീട് എപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞത്? കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. മുത്തശ്ശിയെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടുവിട്ടിട്ട് മാഡം തിരിച്ചു വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാകരുത് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാനിവിടെ വിടുവാൻ തീരുമാനിച്ചതാണ്. ഞാൻ പോകുവാൻ ഒരുങ്ങുന്ന സമയത്താണ് ബാലചന്ദ്രൻ സാറ് പോകരുത് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തടയുന്നത്. എന്നിട്ടും അത് കേൾക്കാതെ ഞാൻ പോകണം എന്ന് വാശി പിടിച്ചപ്പോഴാണ് ആ കത്തെടുത്ത് എന്നെ കാണിക്കുന്നത്. എൻ്റെ അപ്പോഴത്തെ അവസ്ഥ നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല മോളെ. നിന്ന നിപ്പിൽ മരിച്ചു വീണാൽ മതിയെന്ന് എനിക്ക് തോന്നിപ്പോയി. ആരാണോ ആ രഹസ്യം ഒരിക്കലും അറിയരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചത്, ആ ആൾ തന്നെ അതറിഞ്ഞിരിക്കുന്നു. ഞാൻ തകർന്നു പോകുമായിരുന്നു. പക്ഷേ അത്ഭുതകരമായി ബാലചന്ദ്രൻ സാർ തന്നെ എന്നെ ആശ്വസിപ്പിച്ചു. 3 മാസമായി അദ്ദേഹം ആ രഹസ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു അത്രേ. തുടർന്ന് അദ്ദേഹം എന്നോട് അന്ന് പറഞ്ഞത്, നീ പോയാൽ എനിക്കിനി ആ രഹസ്യം സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വൈജയന്തിയെ വിളിച്ച് ചോദിക്കും. അതോടെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധവും അവസാനിക്കും. നീ പോകാതിരുന്നാൽ നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഞാൻ ഈ രഹസ്യം സൂക്ഷിക്കും. ഇനി നീയാണ് എൻ്റെ ഊന്നുവടി. അദ്ദേഹം പറഞ്ഞതൊന്നും ആദ്യം എനിക്ക് മനസ്സിലായില്ല.
തുടർന്ന് മാഡത്തോട് തീർത്താൽ തീരാത്ത പകയും എന്നോട് വല്ലാത്തൊരു സ്നേഹവും. അത്രയും കേട്ടപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുകയാണ്, അതാണ് ചേച്ചി എനിക്ക് മനസ്സിലാകാത്തത്. ചേച്ചിയോട് മാത്രം എന്താ ഇത്ര സ്നേഹം? മാഡത്തോട് വിരോധമാണെങ്കിൽ അവർ രഹസ്യമായി പ്രസവിച്ച മകളോടും ആ വിരോധം കാണണ്ടേ? ആ അതേ മോളെ, സത്യമാണത്. പക്ഷേ അതേക്കുറിച്ച് സാർ എന്നോട് പറയാറുള്ളത്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞാനെന്തിനാണ് നിന്നെ വെറുക്കുന്നത് എന്നാണ്. ഞാൻ ജനിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ സാർ മാഡത്തെ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് എൻ്റെ ജനനം സാറിനോടുള്ള തെറ്റായി മാറുക? അത് കേട്ടിട്ട് വീണ്ടും രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരാളെ മാത്രം വെറുത്തുകൊണ്ട് മറ്റേ സ്നേഹിക്കാൻ പറ്റുമോ ചേച്ചി? മാഡം സാറിൻ്റെ ഭാര്യയെങ്കിലുമാണ്. പക്ഷെ ചേച്ചിയോ? ബാലചന്ദ്രൻ സാറിൻ്റെ ആരുമല്ല, ആരുടെയോ മകൾ, ഭാര്യ പിഴച്ചു പ്രസവിച്ച സന്തതി. വെറുപ്പല്ലേ തോന്നുകയുള്ളൂ? അതൊന്നും എനിക്കറിയില്ല മോളെ. എന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ സ്നേഹിക്കണമെങ്കിൽ അങ്ങനെ ഒരു ബന്ധം അതൊന്നും വേണമെന്നില്ല. നിനക്കറിയാലോ നമ്മൾ തമ്മിൽ എന്താ ബന്ധം? നീയും മാമച്ചനങ്ങളും ഗ്രേസമ്മ ആൻറ്റിയും തമ്മിൽ എന്താ ബന്ധം? നമ്മളും ബ്രിജിത്ത മമ്മിയും തമ്മിൽ എന്താ ബന്ധം? ബന്ധമില്ലാത്തതുപോലെ തന്നെ വിരോധം തോന്നേണ്ട കാര്യവുമില്ലല്ലോ. ചേച്ചി, ഇതങ്ങനെയല്ല. ചേച്ചിയോട് മനസ്സിനുള്ളിൽ ഒരു വിരോധമുണ്ടാവാം, പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ട് സ്നേഹം അഭിനയിക്കുന്നതാണെങ്കിലോ? അത് കേട്ടിട്ട് നിശ്ചയദാർഢ്യത്തോടു കൂടി അലീന പറയുകയാണ്, ഇല്ല മോളെ, എനിക്ക് ഉറപ്പുണ്ട് എന്നോട് അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹമാണ്. എന്നെ കാണുമ്പോഴുള്ള സന്തോഷം, ഞാൻ അടുത്തു ചെല്ലുമ്പോഴുള്ള വാത്സല്യം, എത്ര ദേഷ്യം വന്നാലും ദേഷ്യപ്പെടല്ലേ എന്ന് ഞാൻ ഒന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ അടങ്ങും. എത്രയൊക്കെ അസ്വസ്ഥതയുണ്ടെങ്കിലും ഞാൻ ആ നെറ്റിയിലൊന്ന് അമർത്തി പിടിച്ചാൽ മതി, പെട്ടെന്ന് ശാന്തനാകും. അതൊന്നും അഭിനയമല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇത് കേട്ടിട്ട് രേവതിക്കുട്ടി മന്ദസ്മിതത്തോടു കൂടി വീണ്ടും അലീനയുടെ മടിയിലേക്ക് തന്നെ തല ചായ്ച്ചു. എന്നിട്ട് അവൾ പറയുകയാണ്, ഞാനേ ഓരോരോ സംശയങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ആരെയും മനസ്സിലാക്കാൻ ചേച്ചിയുടെ അത്രയും കഴിവൊന്നും എനിക്കില്ല. ഞാൻ വെറുമൊരു പൊട്ടി, എനിക്ക് എന്തറിയാം? അത് കേട്ടുകൊണ്ട് രേവതിക്കുട്ടിയോട് അലീന പറയുകയാണ്, അങ്ങനെയാണെങ്കിലേ ഞാൻ നിന്നോട് ഒരു രഹസ്യം പറയട്ടെ. എന്താ പറ? അതെ, ഞാനിപ്പോൾ ബാലചന്ദ്രൻ സാറെന്നല്ല വിളിക്കുക. പിന്നെ എന്താണ്? അച്ഛനെന്നാണ് വിളിക്കുന്നത്. രേവതിക്കുട്ടി വീണ്ടും മടിയിൽ നിന്ന് ഞെട്ടലോടുകൂടി തല ഉയർത്തിക്കൊണ്ട്, ഞാൻ ഈ കേട്ടത് സത്യമാണോ ചേച്ചി? അതെ, സത്യം തന്നെയാണ്. നമ്മൾ രണ്ടുപേരും മാത്രമുള്ളപ്പോൾ അച്ഛനെന്ന് വിളിച്ചോളാനാണ് എനിക്ക് സമ്മതം നൽകിയിരിക്കുന്നത്. ഇത് പറയുമ്പോഴേക്കും സന്തോഷത്താൽ അലീനയുടെ കണ്ഠമിടറുന്നുണ്ട്, കണ്ണുകൾ നിറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി ഒരു ചിരിയോടുകൂടി പറയുകയാണ്, അത് ഒരുമാതിരി കടന്ന കയ്യായി പോയല്ലോ. എന്നിട്ട് ബാക്കിയൂടെ പറ. അങ്ങനെ പറഞ്ഞിട്ട് ചേച്ചി അച്ഛൻ എന്ന് വിളിക്കാൻ തുടങ്ങിയോ? പിന്നല്ലാതെ ഞാൻ അച്ഛനെന്ന് വിളിക്കും. ഞാൻ അങ്ങോട്ട് ചോദിച്ചൊന്നുമല്ലല്ലോ, എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് അച്ഛൻ എന്ന് വിളിക്കണമെന്ന്. ആദ്യമൊക്കെ എനിക്കൊരു നാണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ദിവസം ഒരു നേരമെങ്കിലും അച്ഛന്ന് വിളിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അപ്പോഴേക്കും ഒരു വലിയ ചിരിയോടുകൂടി രേവതിക്കുട്ടി, ചുരുക്കി പറഞ്ഞാൽ അമ്മയെ കാണാൻ വന്ന പൊന്നുമോള് അച്ഛനെ പിടിച്ചടക്കി. ഇനിയിപ്പോൾ എന്തു വേണം? അപ്പോൾ അലീന, ഇനി എനിക്ക് ഇവിടുന്ന് പോകാൻ ഇടവരുത്തരുതെന്നേ ഉള്ളൂ പ്രാർത്ഥന. ബാക്കിയുള്ളവരൊക്കെ എന്നെ ദ്രോഹിച്ചോട്ടെ, സാരമില്ല. പക്ഷേ അച്ഛനുണ്ടല്ലോ എനിക്ക് കൂട്ടിന്. നമുക്കൊരമ്മയുടെ സ്നേഹം ബ്രിജിത്ത മമ്മി തന്നിട്ടുണ്ട്. അച്ഛൻ്റെ സ്നേഹം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴെനിക്കത് മനസ്സിലായി. എനിക്കിപ്പോൾ ഈ വീടിന് വേണ്ടി എത്ര കഷ്ടപ്പെടാനും ആരോടും എത്രയധികം ക്ഷമിക്കാനും ഒരു മടിയും തോന്നാറില്ല. അച്ഛൻ മോളെ എന്ന് വിളിച്ച് എൻ്റെ നെറ്റിയിലൊന്ന് തലോടുമ്പോൾ ആ സങ്കടമൊക്കെ അങ്ങ് മാഞ്ഞു പോകും. ആ നിമിഷം മരിച്ചു വീണാൽ പോലും സന്തോഷമാണ്. എനിക്കാരുമില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നിട്ട് ഇപ്പോൾ ദേ കണ്ടില്ലേ. ഇത് പറയുമ്പോഴേക്കും അലീനയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകുവാൻ തുടങ്ങി. ആ കണ്ണുനീർ കണ്ടുകൊണ്ട് ചാടി എഴുന്നേറ്റിട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, അയ്യേ ഇത് കള്ളക്കരച്ചിലാണ്. പോടി അവിടുന്ന്. അലീന പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് അലമാരിയുടെ തട്ടിൽ നിന്നും ഒരു വലിയ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് എടുത്ത് അതിലുള്ള സാധനങ്ങളെല്ലാം ബെഡിലേക്ക് കുടഞ്ഞിടുന്നുണ്ട്. ബാലചന്ദ്രമേനോൻ അവൾക്ക് വാങ്ങിക്കൊടുത്ത കളിക്കോപ്പുകളായിരുന്നു അവയെല്ലാം. ബലൂണുകളെല്ലാം ചുരുങ്ങി ചുരുങ്ങി ചെറുതായി പോയിരിക്കുന്നു. ഇതെന്താ ചേച്ചി, കൊച്ചുകുട്ടികൾക്കുള്ള പീപ്പിയും ബലൂണുമൊക്കെയാണല്ലോ ഇത്. അതിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് രേവതി അങ്ങനെ അന്തം വിട്ടു നിൽക്കുകയാണ്. മോൾക്ക് എന്തു വേണമെന്ന് ഒരു ദിവസം അച്ഛൻ ചോദിച്ചപ്പോൾ ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതാ ഇതെല്ലാം വേണമെന്ന്. അച്ഛൻ പോയി ഉടൻ തന്നെ ഇതെല്ലാം വാങ്ങിക്കൊണ്ടുവന്നു. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഇപ്പം മനസ്സിലായോ, ഞാൻ എന്തു വേണമെന്ന് പറഞ്ഞാലും എൻ്റെ അച്ഛൻ വാങ്ങിത്തരും. കൊള്ളാം കൊള്ളാം. നിങ്ങളിവിടെ അച്ഛനും മോളും കളിച്ച് രസിക്കുക. അവിടെ അങ്ങ് ആശുപത്രിയിൽ ഒരു പാവ അമ്മ കയ്യും കാലും ഒടിഞ്ഞ് കിടക്കുന്നുണ്ട്. അത് കേട്ടിട്ട് ഒരു നിമിഷം അലീന നിശബ്ദയായി തുടർന്ന് പറയുന്നുണ്ട്, അതെല്ലാം ശരിയാവും മോളെ. എനിക്കിപ്പോൾ ഒരു വിശ്വാസമുണ്ട്, അമ്മയും രോഹിത്തിനെയും ബബിതയും എല്ലാം എൻ്റെ പക്ഷത്ത് കൊണ്ടുവരുവാൻ കഴിയുമെന്ന്. അച്ഛൻ്റെ കൂട്ടു പിടിച്ചുകൊണ്ട് തന്നെ ഞാനത് സാധിച്ചെടുക്കും. രേവതിക്കുട്ടി വീണ്ടും ചോദിക്കുക, അല്ല രോഹിത്തേട്ടൻ ഇപ്പോൾ എങ്ങനെയുണ്ട്? വഷളത്തരങ്ങളൊക്കെ ഇപ്പോഴും കൂടെ ഉണ്ടോ?
ഏയ് അങ്ങനെയൊന്നുമില്ല മോളെ, ഓരോരുത്തരും വഴി തെറ്റിക്കുന്നതല്ലേ. പിന്നെ എന്നോടുള്ള ദേഷ്യം ഞാനാരാണെന്ന് രോഹിത്തിന് അറിയില്ലല്ലോ. അതുമാത്രവുമല്ല, അവൻ എൻ്റെ അനുജനല്ലേ. എൻ്റെ അനുജന് അങ്ങനെ വഷളായി പോകാനൊന്നും പറ്റില്ല. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് വാതിൽ മുട്ടുന്നത് കേട്ടുകൊണ്ട് രേവതിക്കുട്ടി ഓടിച്ചെന്ന് വാതിൽ തുറക്കുമ്പോൾ ബാലചന്ദ്രമേനോൻ അകത്തേക്ക് കയറുകയാണ്. താൻ മന്ദഹാസത്തോടെ ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് വാതിലടച്ചിട്ട് രണ്ടാളും കൂടി രഹസ്യം പറച്ചില്? അപ്പോൾ ഉരുളക്കുപ്പേരി പോലെ രേവതിക്കുട്ടി, രഹസ്യം പബ്ലിക്കായിട്ട് പറയാനുള്ളതല്ലല്ലോ, വാതിലടച്ചിട്ട് രഹസ്യമായി പറയുന്നതല്ലേ രഹസ്യം. അതിനെയല്ലേ രഹസ്യമെന്ന് വിശേഷിപ്പിക്കാറുള്ളത്. ശരി ശരി, സമ്മതിച്ചു. കഴിഞ്ഞില്ലേ രഹസ്യങ്ങളൊക്കെ? കുറേ സമയമായല്ലോ തുടങ്ങിയിട്ട്. അത് ഉടനെ ഒന്നും കഴിയില്ല. എന്തെല്ലാം രഹസ്യങ്ങളാണെന്നോ ഞങ്ങൾക്ക് തമ്മിൽ പറയാനുള്ളത്. അതിൽ അലീന ചേച്ചിക്ക് പറയുവാനുള്ളത് പാതിയായിട്ടേ ഉള്ളൂ. എൻ്റേതാണെങ്കിൽ തുടങ്ങിയിട്ടുമില്ല. അത് കേട്ടുകൊണ്ട് ബാലചന്ദ്രമേനോൻ അലീനയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, അതെ, ഊണ് സമയത്ത് തന്നാൽ വളരെ ഉപകാരം, വേറെ ഒന്നും വേണ്ട. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം മുറി വിട്ടിറങ്ങിപ്പോവുകയാണ്. തുടർന്ന് രേവതിക്കുട്ടിയെയും കൂട്ടിക്കൊണ്ട് അലീന കിച്ചണിലേക്ക് കിടക്കുന്നുണ്ട്. ഊണ് തയ്യാറാക്കുവാനും വിളമ്പുവാനും രേവതിക്കുട്ടിയും കൂടി സഹായിച്ചതുകൊണ്ട് അലീനയ്ക്ക് ജോലി എളുപ്പമായി. മാമച്ചനും ഗ്രേസമ്മയും ബാലചന്ദ്രമേനോനോട് സംസാരിച്ചുകൊണ്ട് ഹാളിലിരിക്കുകയാണ്. രേവതിക്കുട്ടി 3 പേരെയും ഊണ് കഴിക്കുവാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ഭക്ഷണമേശക്കരികിലേക്ക് വന്നിരുന്നിട്ട് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ കുട്ടികളൊക്കെ എവിടെ? അവരെ കൂടി വിളിക്ക്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഇത് കേട്ടിട്ട് ഞാൻ വിളിച്ചോളാം അവരെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി നേരെ ബബിതയുടെ മുറിയിലേക്ക് പോവുകയാണ്. മാമച്ചനും ഗ്രേസമ്മയും വന്നിട്ട് ഇത്രയും നേരമായെങ്കിലും രോഹിത്തും ബബിതയും അവരെ ഒന്ന് കാണാനോ അവരോടൊന്ന് സംസാരിക്കാനോ തയ്യാറായതേയില്ല. എന്നാൽ രോഹിത്ത് ഇടയ്ക്കിടയ്ക്ക് മുറിയിൽ നിന്ന് പുറത്തിറങ്ങുകയും ബാൽക്കണിയിൽ വരികയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ രേവതിക്കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് ഒളികണ്ടിട്ട് നോക്കാൻ വേണ്ടി മാത്രമായിരുന്നു. കാരണം രേവതിക്കുട്ടിയുടെ മുഖകാന്തിയും അംഗലാവണ്യവും ഒക്കെ അവനെ വളരെയധികം ആശ്ചര്യഭരിതനാക്കി. കഴിഞ്ഞ തവണ ഇവിടെ വന്ന രേവതിക്കുട്ടി അല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നവന് തോന്നി. അന്ന് വന്നത് ഒരു സുന്ദരിയായ പെൺകിടാവായിരുന്നുവെങ്കിൽ ഇപ്പോഴെത്തിയിരിക്കുന്നത് ഒരു പ്രഭുകുമാരിയാണ്. ആഡംബരപൂർണവും കമനീയവുമായ ഉടയാടകൾ, കഴുത്തിലും കയ്യിലും കാതിലും സ്വർണ്ണാഭരണങ്ങൾ. അവൾ നടക്കുമ്പോൾ പാദസരങ്ങളുടെ കോരിത്തെരിപ്പിക്കുന്ന കിലുക്കം. അവളുടെ ചലനങ്ങൾ അഴകുള്ളതാണ് എന്നവൻ കണ്ടു. ആരെയൊക്കെയോ ഇക്കിളിപ്പെടുത്തുവാൻ വേണ്ടി അങ്ങിങ്ങോടി നടക്കുന്ന ഒരു കുസൃതി കുളിർക്കാറ്റാണ് അവളെന്ന് അവന് തോന്നി. രേവതിക്കുട്ടിയുടെ മുൻപിൽ അലീന നിഷ്പ്രഭയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പക്ഷെ എത്രയൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിലും താഴേക്ക് ഇറങ്ങി ചെല്ലുവാനും അവളോട് സംസാരിക്കുവാനും രോഹിത്തിന്റെ ഗർവ് അവനെ അനുവദിച്ചില്ല. അവൾ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നുവെങ്കിൽ എന്ന് അവൻ വെറുതെ ആശിച്ചുപോയി. രേവതിക്കുട്ടി ബബിതയെയും കൃഷ്ണജയെയും ഊണ് കഴിക്കുവാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് 2 ആൾക്കാരും ഏണിയും പാമ്പ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഊണ് കഴിക്കാൻ വരണില്ലേ? ഇവിടെ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞു. രേവതിക്കുട്ടിയുടെ ആ ശബ്ദം കേട്ടുകൊണ്ട് ബബിത മുഖമുയർത്തി മൂർച്ചയോടുകൂടി ഒന്ന് നോക്കുന്നുണ്ട് അവളെ. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ആരാണ് ഞങ്ങളെ ഊണ് കഴിക്കാൻ വിളിക്കാൻ? അപ്പോൾ രേവതിക്കുട്ടി, അതെ, ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയുടെ ഗസ്റ്റായിട്ട് വന്നതാ. ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലുള്ളവരെയൊക്കെ ഞാൻ തന്നെയാണ് ഭക്ഷണം കഴിക്കാൻ വിളിക്കാറ്. ഓഹോ, നീ അവിടുത്തെ കാര്യം ഒന്ന് നോക്കിയാൽ മതി. ഇവിടെ അതിന് വേറെ ആളുണ്ട് കേട്ടോ. മനസ്സിലായി. ആ ആള് പറഞ്ഞയച്ചിട്ടാണ് ഞാൻ വന്നത്. അലീന ചേച്ചി വളരെ ബിസിയാണ്. നീ ആരെയും വിളിക്കണ്ടെന്ന് പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേടി? ബബിതയുടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് കൃഷ്ണമോളോട് ഊണ് കഴിക്കാൻ വരാൻ അലീന ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ വരാം, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ക്ഷണം തിരിച്ചെടുത്തു. ഇത്രയും പറഞ്ഞിട്ട് രേവതിക്കുട്ടി അവിടുന്ന് പിന്തിരിയുകയാണ്. അപ്പോഴേക്കും ബബിത കൃഷ്ണജിയോട് പറയുന്നുണ്ട്, മോളെ നീ പോണ്ട. ഇവിടെ ഗസ്റ്റുകളെ സൽക്കരിക്കുന്നിടത്ത് നമുക്കെന്താ കാര്യം? നമ്മളെ ഊട്ടാനല്ലല്ലോ അവൾ ഉത്സാഹിച്ചു വെച്ചു വിളമ്പിയേക്കുന്നത്. അവളുണ്ടാക്കിയത് അതുങ്ങളൊക്കെ തിന്നിട്ട് പോട്ടെ. അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ ജോലിക്കാരിയുടെ ഗസ്റ്റുകൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഞാനത്ര ചീപ്പൊന്നുമല്ല. അത് കേട്ടുകൊണ്ട് ബബിതയോട് കൃഷ്ണജ ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ അമ്മയുടെ സ്വഭാവം അതുപോലെ കിട്ടിയിരിക്കുന്നത് ബബിതേച്ചിക്കാണ് അല്ലേ? അപ്പോഴേക്കും ബബിത കൃഷ്ണജിയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ്. ഒറ്റ അടി ഞാൻ വെച്ചു തന്നാലുണ്ടല്ലോ. അമ്മയുടെ സ്വഭാവത്തിന് എന്താണ് ഇത്ര കുഴപ്പം? അപ്പോൾ വീണ്ടും കൃഷ്ണജ, ആഹാ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്നോടെന്തിനാണ് ചൂടാകുന്നത്? അപ്രീഷിയേറ്റ് ചെയ്താൽ ആർക്കെങ്കിലും ദേഷ്യം വരുമോ? അമ്മയുടെ സ്വഭാവം നല്ലതാണെങ്കിൽ ആ സ്വഭാവം ചേച്ചിക്ക് കിട്ടിയെന്നല്ലേ ഞാൻ പറഞ്ഞത്. അതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ബബിതയ്ക്ക് ഉത്തരം മുട്ടാൻ തുടങ്ങി. തുടർന്ന് രേവതിക്കുട്ടി രോഹിത്തിനെ വിളിക്കുവാൻ വേണ്ടി മുകളിലെത്തി. അവൾ വാതിലിൽ തട്ടിയപ്പോൾ അവൻ വന്ന് വാതിൽ തുറന്നു. രോഹിത്തിനെ കണ്ട മാത്രയിൽ ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കൈ നീട്ടുകയാണ്. പെട്ടെന്നൊരു നിമിഷം രോഹിത്ത് ഒന്ന് സ്റ്റക്കായി നിന്നുപോയി. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, എന്നെ ഓർമ്മയില്ലേ? ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അലീന ചേച്ചിയുടെ കൂട്ടുകാരിയാണ് രേവതിക്കുട്ടി. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. കുറച്ചു നേരം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ, ഞാൻ മറന്നിട്ടൊന്നുമില്ല. എന്നാൽ പിന്നെ ഷേക്ക് ഹാൻഡ് തരാൻ എന്താണൊരു മടി? അപ്പോൾ രോഹിത്ത്, അതെ, അന്നെനിക്കറിയില്ലായിരുന്നു നീ വേറൊരു വീട്ടിലെ സെർവൻ്റ് ആണെന്ന്. ഓ, നാണക്കേട് അല്ലേ? പക്ഷേ എനിക്ക് രോഹിത്തേട്ടനെ ശരിക്കും അറിയാലോ.
അലീന ചേച്ചി എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് രോഹിത്തേട്ടൻ ഒരു വഷളനാണ് എന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല കേട്ടോ. മുഖത്ത് നോക്കിയാൽ അങ്ങനെയൊന്നും തോന്നുകയുമില്ല. ആരൊക്കെയോ വഴിതെറ്റിക്കാൻ നോക്കുന്നത് കൊണ്ടുണ്ടാകുന്ന കുഴപ്പമാണ് എന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് രോഹിത്തിന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരമ്പി കയറുന്നുണ്ട്. പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് നിന്റെ ഉപദേശമൊന്നും കേൾക്കണ്ട, നീ ഒന്ന് പോയേ. അതെ രോഹിത്തേട്ടനോട് എനിക്കൊരു ഇഷ്ടമുള്ളത് കൊണ്ട് പറയുകയാ. ആ ഇഷ്ടത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം എനിക്കത് പറയാൻ പറ്റില്ല. അതെന്താണെന്ന് അറിയണമെങ്കിൽ രോഹിത്തേട്ടൻ ആദ്യം അലീന ചേച്ചിയെ മനസ്സിലാക്കണം. അന്ന് രോഹിത്തേട്ടന് എന്നെ മനസ്സിലാവും. നീ ഒന്ന് പോടി. ഞാൻ എന്തവളെ മനസ്സിലാക്കണമെന്നാ? ഞാൻ അവളെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി കൂടുതലൊന്നും അവളെ എനിക്ക് മനസ്സിലാക്കാനില്ല. ഇല്ല രോഹിത്തേട്ടാ, അലീന ചേച്ചി ആരാണെന്ന് രോഹിത്തേട്ടൻ അറിയില്ല. രോഹിത്തേട്ടൻ്റെ അടുത്ത് ചേച്ചിക്ക് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന്, രോഹിത്തേട്ടന് വേണ്ടി എന്തുമാത്രം അലീന ചേച്ചി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല. എന്നെങ്കിലും ഒരിക്കൽ രോഹിത്തേട്ടൻ അത് തിരിച്ചറിയും. അന്ന് ചേച്ചിയുടെ കാല് പിടിച്ച് കരഞ്ഞാലും തീരാത്ത പാപങ്ങളൊന്നും ചെയ്യരുത്. അത് ഇപ്പോൾ ഞാൻ ഓർപ്പിക്കുകയാണ്. രേവതിക്കുട്ടിയുടെ വായിൽ നിന്നും ഈ വാക്കുകൾ കേട്ടപ്പോഴേക്കും രോഹിത്ത് പെട്ടെന്നൊന്ന് അമ്പരക്കുന്നുണ്ട്. തൻ്റെ മനസ്സ് പറയുകയാണ്, ഇവൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്തധികാരവും എന്തറിവും വെച്ചുകൊണ്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അങ്ങനെ ചിന്തിച്ചു കൊണ്ടു നിൽക്കുന്ന രോഹിത്തിനോട് വീണ്ടും രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഊണ് കഴിക്കാൻ വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അവിടെ വിളമ്പിക്കഴിഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് അവൾ താഴേക്ക് ഇറങ്ങിപ്പോയി. ഊണ് കഴിക്കാൻ ചെല്ലണമെന്ന് ആദ്യം വിചാരിച്ചെങ്കിലും ഒരു കുറച്ചിൽ രോഹിത്തിനെ വിലക്കുന്നുണ്ട്. അവൻ്റെ മനസ്സിൽ വീണ്ടും അവൻ മന്ത്രിക്കുകയാണ്, എൻ്റെ തനി നിറം ഒരാൾ കൂടി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അവളൊരു പക്ഷേ അവളുടെ വീട്ടുകാരോടും അതേപ്പറ്റി പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ അലീനയോട് മോശമായി പെരുമാറിയതും ഹരിശങ്കറിൻ്റെ കൂട്ടുപിടിച്ച് അവൾക്ക് മയക്കുമരുന്ന് കൊടുത്തതും ഈ മുറിയിൽ വെച്ച് അവളെ അപമാനിക്കുവാൻ ശ്രമിച്ചതും. രോഹിത്ത് പെട്ടെന്ന് മുറിക്കകത്തേക്ക് കയറി കതകങ്ങടച്ചു. ഊണുമേശയ്ക്ക് ചുറ്റും എല്ലാവരും നിരന്നു കഴിഞ്ഞപ്പോൾ മാമച്ചൻ ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ്റെ കുട്ടികൾ എവിടെ? രണ്ടുപേരെ കൂടി കാണാനുണ്ടല്ലോ. ആ സമയത്ത് കൃഷ്ണജ മാത്രമേ ഊണ് കഴിക്കാൻ എത്തിയിട്ടുള്ളൂ. ബബിത അവളെ പിടിച്ചിരുത്തിയിട്ടും അലീന ചെന്ന് വിളിച്ചപ്പോൾ അവൾ എഴുന്നേറ്റ് പോകുന്നതാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ വിളിച്ചതാണ് രണ്ടുപേരെയും. അവർക്ക് വിശപ്പില്ലാന്ന് തോന്നുന്നു. ബാലചന്ദ്രൻ്റെ കാര്യം മനസ്സിലായി. വിശപ്പുണ്ടാകുമ്പോൾ വന്ന് കഴിച്ചോളും. തുടർന്ന് അവർ ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ രേവതിക്കുട്ടി ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്, സർ, ഞാൻ ഒരപേക്ഷ വെക്കുകയാണ്. അപേക്ഷയോ? എന്താണ് അപേക്ഷ? അല്ല, ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ അലീന ചേച്ചിയെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ. ഒറ്റയാഴ്ചത്തേക്ക് മതി. ഇപ്പോൾ ഒത്തിരി നാളായില്ലേ ചേച്ചി ലീവ് എടുത്ത് വന്നിട്ട്. അത്രയും കേട്ടപ്പോഴേക്കും മാമച്ചൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ഒരാഴ്ചയോ? നീ എന്തൊക്കെയാ കൊച്ചേ പറയുന്നത്? അലീന പോന്നാൽ ഇവിടെ കുട്ടികളുടെ കാര്യമൊക്കെ ആര് നോക്കും? അതും പോരെങ്കിൽ ബാലചന്ദ്രൻ്റെ ഭാര്യ വയ്യാതെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുകയും കൂടിയാണ്. അപ്പോൾ രേവതിക്കുട്ടി വീണ്ടും, അങ്കിളെ, പീരങ്കിക്ക് അപേക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ ഒരു കൈത്തോക്കെങ്കിലും കിട്ടത്തുള്ളൂ. സാർ പ്ലീസ്, ഒരൊറ്റ ആഴ്ചത്തേക്ക് മതി. അപ്പോൾ ബാലചന്ദ്രൻ, കൊള്ളാലോ, ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാമച്ചൻ പറഞ്ഞതുപോലെ ആ കാര്യങ്ങൾ, ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നോക്കാൻ വേറെ ആരുണ്ട്? അതുമാത്രവുമല്ല, എൻ്റെ ചിട്ടകൾ മുഴുവനും അവതാളത്തിലാവും. എങ്കിൽ ഒരു 5 ദിവസം. പെട്ടെന്ന് ഗ്രേസമ്മ, എടി മോളെ, അലീന ചോറും കാപ്പിയുമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് വേണ്ടേ ഇവിടുത്തെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും ചോറ് കൊണ്ടുപോകാനും ഒക്കെ? അതുമാത്രമാണോ? ഈ വീടെല്ലാം വൃത്തിയാക്കണം, ഡ്രസ്സ് വാഷ് ചെയ്യണം. ഇതിനിടയ്ക്ക് നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അത് കേട്ടിട്ട് ബാലചന്ദ്രൻ വീണ്ടും പറയുകയാണ്, അതെ, ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതും തൂത്തു തുടയ്ക്കുന്നതും അതൊന്നും ഒരു പ്രോബ്ലം അല്ല. അതിനൊക്കെ പ്രാപ്തിയുള്ള 2 പെൺകുട്ടികൾ ഇവിടെ ഉണ്ട്. അതുമാത്രവുമല്ല, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും വീട് തൂത്തു തുടയ്ക്കുകയും ചെയ്യുക എന്നുള്ളതല്ല അലീനയുടെ മുഖ്യ ജോലി. എൻ്റെ കാര്യങ്ങൾ ക്രമം തെറ്റാതെ നോക്കുക എന്നുള്ളതാണ്. 5 ദിവസം അലീന ഇവിടെ നിന്ന് മാറി നിന്നാൽ ഉറപ്പാണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വരും. അപ്പോൾ വീണ്ടും രേവതിക്കുട്ടി, അങ്ങനെയാണെങ്കിൽ സാർ ഒരു 3 ദിവസം, 3 ദിവസം. ഓ, സമ്മതിക്കത്തില്ലല്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 ദിവസം ആലോചിക്കാം. ഇത് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്ര മേനോൻ അലീനയെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ ഒന്നും അറിയാത്ത ഭാവത്തിൽ ചോറ് വാരി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ മനസ്സിൽ പറയുന്നുണ്ട്, കള്ളി, മുഖത്ത് നോക്കുന്നേയില്ല, ഇത് തൻ്റെ വിഷയമേ അല്ല എന്നുള്ള രീതിയിൽ അവൾ ചോറ് വാരി തിന്നുന്നത് കണ്ടില്ലേ. തുടർന്ന് ഊണ് കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് പോയപ്പോൾ രേവതിക്കുട്ടി അലീനയോട് പറയുന്നുണ്ട്, അതെ, എൻ്റെ ഭാഗം ഞാൻ ക്ലിയറാക്കി. ഇനി ചേച്ചി തന്നെ ചോദിക്ക്. ചോദിക്കാം അല്ലേ? ഞാനും പുറകെ പതുങ്ങി വരാം കേട്ടോ. എന്തിന്? ചേച്ചി അച്ഛാന്ന് വിളിക്കുന്നത് കേൾക്കാൻ. അങ്ങനെ ഇപ്പോൾ വരണ്ട. എനിക്ക് കൊതിയായിട്ടല്ലേ. നമ്മളൊക്കെ അച്ഛാന്നും അമ്മയെന്നും അങ്കിളെന്നും ഒക്കെ വിളിക്കാൻ ആരും ഇല്ലാത്തവരല്ലേ ചേച്ചി. രേവതിക്കുട്ടിയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് അനുകമ്പയോടുകൂടി അലീന അവരുടെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട്. തുടർന്ന് അലീന ബാലചന്ദ്രന് മരുന്ന് കൊടുക്കുവാൻ മുകളിലേക്ക് പോകുമ്പോൾ രേവതിക്കുട്ടിയും പിന്നാലെ ചെല്ലുന്നുണ്ട്. അവൾ വാതിലിന് വെളിയിൽ ഭിത്തിയിൽ ചാരി ബാലചന്ദ്രന് കാണുവാൻ കഴിയാത്ത രീതിയിലാണ് നിൽക്കുന്നത്.
അല്പനേരം കാത്തു നിന്നിട്ടും അകത്തു നിന്നും സംഭാഷണമൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ മനസ്സിൽ രേവതിക്കുട്ടി ചിന്തിക്കുകയാണ്, ഇതെന്താണ്, അവാർഡ് പടമോ? അനക്കമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇത് ചിന്തിച്ചുകൊണ്ട് മെല്ലെ അകത്തേക്കൊന്ന് തലയിട്ട് നോക്കി. അപ്പോൾ അലീന ഗുളികകളുടെ അലുമിനിയം ഫോയിൽ നീക്കി ഓരോന്നായി ബാലചന്ദ്രൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ബാലചന്ദ്രൻ ഓരോന്നായി വായിലേക്കിടുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്നു. പരസ്പരം രണ്ടാൾക്കാരും മിണ്ടുന്നില്ല. 2 നിമിഷം കഴിഞ്ഞപ്പോൾ സൗമ്യമധുരമായൊരു വിളിയൊച്ച അലീനയിൽ നിന്നും പുറത്തേക്ക് കേട്ടു. അച്ഛാ. രേവതിക്കുട്ടി ഒന്ന് അമ്പരന്നു. തുടർന്ന് താൻ ശബ്ദമില്ലാതെ ആ വിളി ഒന്ന് അനുകരിച്ചു നോക്കി. അച്ഛാ. അവൾക്ക് ചിരിയാണ് വന്നത്. വായി പൊത്തി ചിരി അടക്കിയിട്ട് അവൾ വീണ്ടും കാതോർത്തു. അപ്പോൾ പിന്നെയും കേട്ട ശബ്ദം, രേവതിക്കുട്ടിയുടെ കൂടെ ഞാൻ പൊയ്ക്കോട്ടെ അച്ഛാ. നീ പോയാൽ എങ്ങനെ ശരിയാവും മോളെ? 2 ദിവസം എന്നെ ആര് കൺട്രോൾ ചെയ്യും? എൻ്റെ ദേഷ്യം, മദ്യപാന ആസക്തി, ഇതൊക്കെ എങ്ങനെ ഞാൻ നിയന്ത്രിക്കും? അതൊക്കെ അച്ഛൻ തനിയെ നിയന്ത്രിക്കണം. ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ജയന്തി വല്ലതും പറയും. അതോടുകൂടി എൻ്റെ കൺട്രോൾ നഷ്ടപ്പെടും. ഓ, അച്ഛന് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. മോളെ, നീ പോകണ്ടെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. മോള് പൊയ്ക്കോ. പക്ഷേ നാളെ ഇങ്ങ് തിരിച്ചു വന്നുകൂടെ? ഇത് കേട്ടുകൊണ്ട് പുറത്തു നിന്ന രേവതിക്കുട്ടിയുടെ മനസ്സ് പറയുകയാണ്, ആ മേനോൻ ഗൗരവം വിട്ട് വിനീതനായിരിക്കുന്നു. ദത്തുപുത്രിയെ കാണാതിരിക്കാനേ വയ്യ. അപ്പോൾ അലീന തിരികെ പ്രതികരിക്കുകയാണ്, മറ്റന്നാൾ വരാച്ച. ഇന്നിപ്പോൾ രാത്രിയാവൂലേ അങ്ങ് ചെല്ലുമ്പോൾ? ശരി ശരി, ഞാൻ സമ്മതിച്ചില്ല എന്നൊരു സങ്കടം ഇനിയിപ്പോൾ വേണ്ട. മോള് സമാധാനത്തോടെ പോയിട്ട് വാ. പിന്നെ അച്ഛനോട് എനിക്ക് പറയാനുള്ളത്, അച്ഛൻ കുടിക്കരുത്. ഇല്ല. സിഗരറ്റും വലിക്കരുത്. നെവർ. എന്ത് കണ്ടാലും ദേഷ്യപ്പെടുകയും ചെയ്യരുത്. ഓക്കെ. എങ്കിൽ എൻ്റെ കയ്യിലടിച്ച് സത്യം ചെയ്യും. കയ്യിലടിച്ചൊന്നും സത്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ എഴുന്നേറ്റ് അലീനയുടെ നെറുകയിലേക്കൊന്ന് ഉമ്മ വെച്ചു. എന്നിട്ട് മോള് പോയിട്ട് വാ. ഈ കാഴ്ചകൾ രേവതിക്കുട്ടി അത്ഭുതത്തോടെ പുറത്തു നിന്ന് നോക്കിക്കാണുകയാണ്. തുടർന്ന് അരമണിക്കൂറിനുള്ളിൽ അലീന പോകുവാൻ റെഡിയായി. രേവതിക്കുട്ടിയാണ് അലീനയെ ഒരുക്കിയത്. പോകുവാനിറങ്ങുന്ന സമയത്ത് മാമച്ചൻ പറയുന്നുണ്ട്, ഞങ്ങൾ പോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ കയറി മേനോൻ്റെ വൈഫിനെ കൂടി കാണുന്നുണ്ട്. അത് കേട്ടിട്ട് ബാലചന്ദ്ര മേനോൻ, അല്ല അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? മനസ്സമാധാനത്തോടെ പോകുന്നതല്ലേ നല്ലത്. അതൊന്നും സാരമില്ല. പരുക്കു പറ്റിയവരെ കണ്ടാൽ ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല. ഇവിടെ വരെ വന്നിട്ട് അവരെ കാണാതെ പോകുന്നത് മോശമല്ലേ? ബാലചന്ദ്ര മേനോൻ പറഞ്ഞതിൻ്റെ അർത്ഥം മാമച്ചന് മനസ്സിലായില്ല എന്ന് ബാലചന്ദ്രന് വ്യക്തമായി. എങ്കിൽ പിന്നെ മാമച്ചൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് കരുതി ബാലചന്ദ്രൻ അവരെ യാത്ര അയക്കുകയാണ്. യാത്രാമധ്യേ അവർ വൈജയെ കാണുവാൻ ഹോസ്പിറ്റലിൽ കയറുമോ? അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? വരുവാൻ പോകുന്ന ആ എപ്പിസോഡുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. മഴത്തോരു മുൻപേ സീരിയലിൻ്റെ ഓരോ എപ്പിസോഡുകളും മുന്നമേ കൂട്ടി നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഈ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.